കവിതയിലും ജീവിതത്തിലും കുട്ടികളുടെ കൂട്ടുകാരനായിരുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സ് തികയുന്നു. മാഷിന് TCVയുടെ സ്നേഹാഞ്ജലി. ജെബിൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒന്നെങ്ങനെ എഴുതാം ഒന്നെങ്ങനെ എഴുതാം വളവും വേണ്ട തിരിവും വേണ്ട ചെരിവും വേണ്ട. കടന്നുപോയ ഹൃദുഭേദങ്ങളിലൊക്കെയും സ്വന്തം കവിതകളാൽ മലയാളിയുടെ ചിന്തകളിൽ നന്മയുടെ പ്രകാശം ചെറിഞ്ഞ കുഞ്ഞുണ്ണി മാഷ് ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസതിന്റെയും അതിയാരത്ത് നാരായണിയമ്മയുടെയും മകനായി തൃശൂർ ജില്ലയിലെ കടലോര ഗ്രാമമായ വലപ്പാടാണ് ജനിച്ചത്. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കാലം മുതൽ നർമ്മബോധം തുളുമ്പുന്ന കുട്ടിക്കവിതകളിലൂടെ കേരളത്തിനകത്തും പുറത്തും സഞ്ചരിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും കവിതകൾ ചൊല്ലിക്കൊടുത്ത മാഷ് കുട്ടേട്ടൻ എന്ന പേരിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലഭക്തിയുടെ ചുമതലക്കാരനായതോടെ ഈ കുറിയ ശരീരത്തിലെ വലിയ മനസ്സിൽ നിന്നും അടർന്നു വീഴുന്ന മൊഴികൾക്കായി കുട്ടികൾക്കൊപ്പം കാതോർത്തിരുന്നവരിൽ മാഷിനേക്കാൾ പ്രായമുള്ളവർ വരെ ഉണ്ടായിരുന്നു. ചേർച്ചയില്ലാത്ത 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ആശയപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഒരു രീതി കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയ്ക്കുണ്ട്. അതുപോലെ കുട്ടിക്കവിതകൾ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്ത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയ ദാർശനിക മാനം ഉള്ള കവിതകളാണ്. അത് ലളിതമായിട്ട് പറയുന്ന സന്ദർഭങ്ങളുണ്ട്, വളരെ സങ്കീർണമായിട്ട് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്നും അടതിന്നാനുണ്ട് കൊതി അടികൊള്ളാനില്ല കൊതിയെന്നും പൂച്ചയ്ക്ക് പുറമുണ്ട് പുറം പൂച്ചനകമില്ലെന്നും അമ്മ മമ്മിയായെന്നേ മരിച്ചു മലയാളം എന്നുമുള്ള കുറുങ്കവിതകൾ കേവലഹാസ്യത്തിനപ്പുറം ഗഹനമായ തത്വചിന്തയുടെ ഉറവിടങ്ങളാണെന്നതിൽ തർക്കമില്ല. കുന്നിക്കുരു പോലെ വളപ്പൊട്ടുപോലെ കുട്ടികൾ അത് സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ലാളിത്യത്തിന്റെ കാര്യത്തിൽ വാക്കുകളുടെ പ്രാസഭംഗിയിൽ മാഷ് നിർബന്ധം പുലർത്തിയത്. വീട്ടിലെത്തുന്ന എല്ലാവർക്കും കൽക്കണ്ടവും മിഠായിയും നൽകുന്ന മാഷിന്റെ കൃതികളുടെ പേരുകളും കുട്ടികൾക്കേറെ പ്രിയങ്കരമായിരുന്നു. കുറ്റിപ്പെൻസിൽ, വലിയവനാകാൻ, പുലിവാല്, ഊണുതൊട്ട് ഉറക്കം വരെ, വിത്തും മുത്തും തുടങ്ങിയ കൃതികളായിരുന്നു ഒറ്റമുണ്ടും അരക്കയ്യൻ ബനിയനും നരച്ച താടിയും മനസ്സു നിറയെ കവിതകളുമായി കുട്ടികളുടെ സദസ്സിലേക്ക് ഓടിയെത്തിയിരുന്ന ഇദ്ദേഹത്തിൽ നിന്നും മലയാളിക്ക് ലഭിച്ച കവിതാവിരുന്ന്. താൻ ഇതുവരെ ആരുടെയും വളയുടച്ചിട്ടില്ലെന്നും അതിന്റെ പ്രായച്ചിത്തമായിട്ടാണോ ആവോ ഈ വയസ്സുകാലത്ത് വളപ്പൊട്ട് പെറുക്കുന്നതെന്നും സ്വയം ആശ്ചര്യപ്പെട്ട മാഷ് മരിച്ചപ്പോൾ തന്നെ കാണാനെത്തിയവർക്കായി കരുതി വെച്ചതും 3 ചില്ലുകുപ്പികൾ നിറയെ വളപ്പൊട്ടുകളും കുപ്പായക്കുടുക്കുകളും കുന്നിമണികളുമായിരുന്നു. ഭാഷയെ അയുക്തമായി തല്ലിപ്പൊട്ടിച്ചും കൂട്ടിച്ചേർത്തും കുട്ടിക്കളി കണക്കെയുള്ള രചനാശൈലിയിലൂടെ മലയാളിയുടെ കുട്ടിത്തം കൈമോശം വരാതെ സൂക്ഷിക്കാനും കവിതയിലും ജീവിതത്തിലും കുട്ടിയായിരിക്കാനും ആഗ്രഹിച്ച ഈ കുറിയ കവിതകളിലെ കൂട്ടുകാരന്റെ മലയാള കവിതയിലെ ഇരിപ്പിടം ഇന്നും ശൂന്യമാണെന്ന് ഈ വേനലിലും നമ്മൾ അറിയുന്നു. കവിതയുടെ കാലവർഷമായി മാഷിനി നമുക്കിടയിലേക്ക് വരില്ലെന്ന യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയധമനികളിൽ ഉഷ്ണം നിറയ്ക്കുന്നുവെങ്കിലും ആ കുറിയ രൂപത്തിലെ വലിയ മനസ്സിൽ നിന്നും പെയ്തു തോർന്ന ചിന്തകൾ കവിതകളുടെ മധുരം നിറഞ്ഞ് ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. പകരം വെക്കാനാകാത്തൊരു കവി എഴുതിയ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമായി. TCV വാർത്ത, തൃശൂർ.